നമസ്കാരം. നമസ്തേ സർ. ഇങ്ങനെയാണോ ഗൂഗിൾ മീറ്റ് വേണ്ടത്? മുഖം കാണിക്കാതെ. നിങ്ങൾ ആരും മുഖം കാണിക്കാത്തോണ്ടാ ഞാനും മുഖം കാണിക്കാത്തത്. മുഖം കാണിക്കണം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സുരേഷ് ജി. നമസ്തേ. ശിവരാത്രി ആശംസകൾ. എന്താ പറയേണ്ടതാവോ? എന്താ വേണ്ടതാവോ? ഈ സാറെന്ന് ഒഴിവാക്കിക്കൂടെ? സാറെന്ന് ഒഴിവാക്കി ഡോക്ടർ TPS. റെസ്പെക്ട് ഒക്കെ സാറ് ഓഫീസിലൊക്കെ പോരെ? ബ്രിട്ടീഷുകാരൊക്കെ പോയിട്ട് കുറെ കൊല്ലായില്ലേ സുരേഷ് ജി? നമ്മുടെ കോൻ ബനേഗ ക്രോർപതി എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? കോൻ ബനേഗ ക്രോർപതിയില് അമിതാഭ് ബച്ചൻ എല്ലാരും എന്താ വിളിക്കുക? സാറ് മേഡം എന്നൊക്കെ വിളിക്കാറുണ്ടോ? എന്താ വിളിക്കാറ്? ഏതെങ്കിലും ഒരാളെന്ന് പറയും. അമിതാഭ് ബച്ചൻ ബാക്കിയുള്ളവരെ എങ്ങനെയാ അഭിസംബോധന ചെയ്യാന്ന് ചോദിച്ചത്. ശ്രദ്ധിച്ചിട്ടില്ല. ശ്രീമാൻ, ദേവിയോം സജ്ജനോ എന്നൊക്കെയാ വിളിക്കുക. എല്ലാ ലേഡീസിനെയും ദേവി എന്നാ വിളിക്കുക. അറ്റ്ലീസ്റ്റ് സത്സംഗങ്ങളിലൊക്കെ നമ്മൾ മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഈ സാറ് വിളി. അറ്റ്ലീസ്റ്റ് പേര് വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ തങ്കമണിയെ മാഡം എന്നൊക്കെ വിളിക്കേണ്ടി വരും. അത് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. ഇപ്പൊ ശിവരാത്രി ആഘോഷം ഞാനിപ്പോ നോർത്ത് ഈസ്റ്റിലുള്ള അസം, അരുണാചൽ പ്രദേശ് ബോർഡറിലാണ് ഉള്ളത്. ഇപ്പൊ പാസിഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ ബ്രഹ്മപുത്ര ആണ് തൊട്ടടുത്തുള്ള വലിയ നദി. ബ്രഹ്മപുത്രയും നമ്മുടെ ഗംഗയും സരസ്വതിയും ഒക്കെ ഉത്ഭവിക്കുന്നത് കൈലാസത്തിലാണ്. ശിവന്റെ കൈലാസത്തിൽ നിന്നാണ് ഈ നദികളൊക്കെ തുടങ്ങുന്നത്. അത് അപ്രത്യക്ഷമായിട്ട് പിന്നെയും വരുന്നതാണ് നമ്മളിപ്പോ പറയുന്ന ഗംഗയൊക്കെ. ഒന്ന് കിഴക്കോട്ടൊഴുകും, ഒന്ന് തെക്കോട്ടൊഴുകും. തെക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകി അവിടെ നിന്ന് പുറത്തേക്ക് വരും. ഒന്ന് വടക്കോട്ട് ഒഴുകിയിട്ട് അപ്രത്യക്ഷമാവും. അങ്ങനെയൊക്കെയാണ് കഥ. അതില് ഭഗവാൻ ഈശ്വരന്റെ നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗംഗാധരൻ എന്നാണ്. ഗംഗയെ ധരിക്കുന്നവൻ എന്നാണ്. അപ്പൊ നദികളുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു ഭഗവാൻ ഈശ്വരൻ, സർവേശ്വരൻ, കൈലാസനാഥൻ തന്നെയാണ്. ഇപ്പൊ ഗംഗാനദിയുടെ ഉത്ഭവം സ്വർഗസ്ഥാനത്തിൽ നിന്ന് പുറപ്പെടുന്നതെന്നൊക്കെയാണ് പറയാം. അതുപോലെ ഭഗീരഥ നദിയുടെ ഭാഗമായിട്ട് വരുന്ന കിഴക്കോട്ടൊഴുകുന്നതും പിന്നെ തെക്കോട്ടൊഴുകി പോകുന്നതുമാണ് കൽക്കട്ട ഭാഗത്ത് ബംഗാളിലൊക്കെ ഒഴുകുന്നത്. അപ്പൊ ഭൂമിയിൽ നേരിട്ട് ഇറങ്ങുന്ന ഗംഗാനദി വളരെ ശക്തമായിട്ട് ഒഴുകുന്ന സമയത്ത് അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സ്വന്തം ജടയിലേക്ക് ആകർഷിച്ചിട്ട് നമ്മളെയൊക്കെ രക്ഷിച്ചു എന്നാണ്, ഭൂമിയെ രക്ഷിച്ചു എന്നാണ് ഗംഗാധരന്റെ കഥയിൽ. അതുപോലെ തന്നെ കാളകൂട വിഷത്തിന്റെ കഥ, ആ സമയത്ത് വിഷം കഴിച്ചിട്ട് ലോകത്തെ രക്ഷിച്ചു എന്നാണ്. ഇപ്പൊ ഏത് ദുർഘട അവസ്ഥയും വരുന്ന സമയത്ത് കൃത്യമായിട്ട് രക്ഷിക്കുന്ന ഭഗവാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല സിദ്ധിക്ക് വേണ്ട സംഹാരത്തിന്റെ കർത്താവായിട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സംഹാരത്തിൽ നിന്ന് രക്ഷിക്കുന്ന കർത്താവായിട്ട് കാണാം. എന്റെ നാട്ടിന്റെ പേരാർക്കെങ്കിലും അറിയാമോ? നടുവിൽ എന്നാണ് എന്റെ നാട്ടിന്റെ പേര്. ഞാനും മഹാശിവനുമായിട്ട് നല്ല ബന്ധമുള്ള
ഒരു ശ്ലോകം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നടുവിൽ ഞാൻ, ആ നടുവിലാണ് എൻ്റെ ജന്മസ്ഥാനം. ഞാൻ ചെറുപ്പത്തിലൊക്കെ ശരിക്ക് കണ്ണു ചിമ്മി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ നരകത്തിൽ നിന്ന് തന്നെ കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ എന്നൊക്കെയാണ്. അത് അടുത്ത കാലത്ത് എവിടെയോ പറയണ്ടേ, നമ്മുടെ പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് ആ ശ്ലോകത്തിൽ പറയാം. അപ്പൊ 6 പടി എന്ന് പറയുന്നത് 6 ചക്രങ്ങളാണ്. മൂലാധാര ചക്രത്തിൽ നിന്നും ഭൂമി അവിടുന്ന് സ്വാധിഷ്ഠാനത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോയി ആജ്ഞാചക്രത്തിലെത്തി സഹസ്രാരത്തിലേക്ക് എത്തുമ്പോഴാണ് 6 പടികൾ കിടക്കുക. അപ്പോഴാണ് നമുക്ക് ഭഗവാനിലേക്ക് ലയം പ്രാപിക്കാൻ സാധിക്കുക എന്നുള്ളത്. നമ്മുടെ സങ്കല്പത്തില് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ബ്രഹ്മാവ് വിദ്യയുടെ അധിപതിയായ ദേവിയുടെ കർത്തൃത്വത്തിലും കൂട്ടിലുമൊക്കെയാണ്. വിഷ്ണു എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ എന്ന് വെച്ചാൽ ഒന്ന് വിദ്യാദേവി, മറ്റൊന്ന് ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദേവി. അങ്ങനെ നോക്കുമ്പോൾ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദേവി എന്ന് പറയുമ്പോൾ ആ ശക്തി പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ആരോഗ്യം എന്നാണ്. ശരിക്കും ശക്തി 2 തരത്തിലുള്ള ശക്തിയാണ്, ഒന്ന് ശാരീരികമായും ഒന്ന് മാനസികമായും. അപ്പൊ മാനസികമായിട്ടുള്ള ശക്തി, ശാരീരികമായിട്ടുള്ള ശക്തി രണ്ടും ഉള്ളപ്പോഴാണ് സമാധാനവും അതോടുകൂടി തന്നെ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. സമാധിയുടെ ഭഗവാനായിട്ടാണ് പരമേശ്വരനെ കാണാറ്. ഏറ്റവും നല്ല ഒരവസ്ഥ സമാധാനത്തിന്റെ യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, യോഗയുടെ അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്ന സമാധിയിലേക്ക് ലയം പ്രാപിച്ചു കഴിഞ്ഞ് ഭക്തിയുടെ അങ്ങേയറ്റത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ബ്ലിസ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലൊക്കെ പോകണം. എല്ലാം വിട്ടെറിഞ്ഞ് നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് ഒരു ചിന്തകളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ ലയം പ്രാപിക്കുമ്പോഴാണ് നമ്മൾ ശിവനിലേക്ക് ലയം പ്രാപിച്ചു. ശിവം ശാന്തം, ശിവം സത്യം, ശിവം അനന്തം, അനന്തതയുടെ, ത്യാഗത്തിന്റെ, ഉണർവിന്റെ. അപ്പൊ ഭഗവാൻ ഉറക്കത്തിന്റെ ഭഗവാനായിട്ടല്ല കാണുന്നത്, ഉണർവിന്റെ ഭഗവാനായിട്ടാണ്. നിരന്തരമായി അനന്തമായി ശക്തനായി ഉപാസകനായി സാധകനായി സാക്ഷാത്കരിക്കുന്ന അവസ്ഥയിൽ അന്തവും ആദിയുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് ലോകവുമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ട് പരമാനന്ദത്തിലേക്ക് എത്തുമ്പോഴാണ് ധ്യാനം, ഭക്തി, ജ്ഞാനം, കർമ്മം ഒക്കെ യോജിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരു മാർഗവുമില്ലാതെ നമ്മൾ എത്തപ്പെടും. ഒരു കുറ്റത്തിനും എന്ത് ചെയ്താലും അയ്യോ ചെയ്യരുതായിരുന്നേ എന്നൊരു തോന്നലില്ലാതെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ നമ്മൾ സംതൃപ്തരായിട്ടിരിക്കുന്നത് സംതൃപ്തി എന്നാണ്. ആ തൃപ്തി ഉണ്ടാകുമ്പോഴാണ് സമാധാനം ഉണ്ടാവുക. ആ സമാധാനമാണ് മാനസികമായിട്ടുള്ള ഏറ്റവും നല്ല ശൂന്യതയിലേക്ക് ഇരിക്കുന്ന സമാധി എന്ന് പറയുന്ന. ഒന്നും ആലോചിക്കാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും, സംതൃപ്തിയിലേക്ക് എത്താൻ പറ്റും. അത് തരുന്ന ഭഗവാനാണ് ശിവൻ എന്നാണ് പറയാം. അപ്പൊ അതെല്ലാ ദിവസവും ഉണ്ടാവേണ്ടതാണ്. ഈ ചിന്തകള് ശിവധ്യാനത്തിലൂടെ മനസ്സിനെ ആഗ്രഹങ്ങളിൽ നിന്നും ക്ഷയിപ്പിക്കുക, ആഗ്രഹങ്ങളെ ക്ഷയിപ്പിക്കുക, ആർത്തി ക്ഷയിപ്പിക്കുക, സമാധാനത്തിലേക്ക് നയിക്കുക. അതാണ് ശൂന്യതത്വം എന്നൊക്കെ പറയുന്ന. ആ അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തോന്നൽ എന്നുണ്ടാവുമോ, അതാണ് ബ്ലിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, മോക്ഷത്തിലേക്കുള്ള വഴി. അത് മാർഗം ഭക്തിയിലൂടെ
നാമജപത്തിലൂടെ അതിൽ കവിഞ്ഞ് ആത്മീയമായ ശുദ്ധതയിലൂടെ എത്തേണ്ടതാണ്. ആ ശുദ്ധം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമയമായിട്ടാണ് ശിവരാത്രിയെ കാണുന്നത്. അവിടെ ഉറക്കമില്ലായ്മ, ഉറക്കൊഴിയുക എന്നുള്ള കർമ്മല്ല, ഉണർന്നിരിക്കുക എന്നുള്ള കർമ്മത്തിലാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഉറക്കൊഴിയല്ല വേണ്ടത്, ഉണർന്നിരിക്കുക വേണ്ടത്. എന്നുവെച്ചാൽ കർമ്മവുമായിട്ട് ചേർന്ന് ശിവന്റെ ധർമ്മങ്ങളിലേക്ക് ഏറ്റവും നല്ല ഒരു കർമ്മങ്ങൾ ചെയ്യാൻ, ഒരിക്കലും അയ്യോ ചെയ്യരുതായിരുന്നു എന്ന് തോന്നുന്ന ആ വിധത്തിൽ തോന്നാത്ത, രോഗങ്ങളെ ഇല്ലാത്ത, ഭയമില്ലാത്ത, മാനസികമായ സംഘർഷമില്ലാത്ത ഒരു വളരെ ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നമ്മൾ എത്തിക്കാൻ പറ്റുമ്പോൾ ഉണർന്നിരിക്കുന്ന, ഉണർവോടുകൂടിയ മനസ്സിന് ശുദ്ധ ചിത്ത് ആനന്ദ രൂപം, അതാണ് ശിവോഹം ശിവോഹം എന്നൊക്കെ പറയാം. ശുദ്ധ ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം എന്നാണ്. അപ്പൊ ശുദ്ധമായ ചിത്ത്, ആനന്ദം, ഇതൊക്കെയുള്ള ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. അത് ശക്തിയുമായിട്ട് ചേർന്നിരിക്കുമ്പോഴാണ് സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യ ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി. ഒരു ഭഗവാനും അർദ്ധനാരീശ്വര സങ്കല്പത്തില് വിഷ്ണുവിന്റെ പല അവതാരങ്ങളിലും കൃഷ്ണനായാലും രാമനായാലും സീതാരാമനായിട്ടും രാധാകൃഷ്ണനായിട്ടും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു ശരീരം രണ്ട് ഭാഗങ്ങളിൽ, രണ്ട് ഭഗവാൻ ഭഗവതി രൂപത്തിൽ വേറെ ആരും വന്നിട്ടില്ല. അപ്പൊ ഏറ്റവും നല്ല ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സങ്കല്പത്തില് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ശിവനും പാർവതിയും തന്നെയാണ്. അത് ഒരു ജന്മത്തിലല്ല, രണ്ട് ജന്മങ്ങളിൽ ഉമ രണ്ടാമതും വന്നിട്ടുള്ള കഥയും ഒക്കെ നമുക്കറിയാം. അതില് പ്രതീകമായിട്ട് അഗ്നിരൂപിയായിട്ടാണ് ശിവനെ കാണുന്നത്. അഗ്നിയാണ് ഏറ്റവും കൂടുതൽ ശുദ്ധത ചെയ്യാൻ പറ്റുന്ന പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ ശിവൻ ഏറ്റവും നന്നായിട്ട് ശുദ്ധീകരിക്കാൻ പറ്റുന്നതാണ്. ആന്തരികമായ അന്ധകാരത്തിന്റെ അവിടെ നിന്നും പ്രകാശത്തിലേക്കുള്ള മാർഗം ശിവന്റെ ആത്മജ്വാലയാണ് എന്നാണ് പറയാം. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ആത്മാവ് എന്ന് പറയുന്ന ഹൃദയത്തിന്റെ മധ്യത്തിലിരിക്കുന്ന സെന്റർ പോയിന്റ് ആണ്, സോളാർ പ്ലക്സസ് എന്ന് പറയുന്ന ആ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ആത്മാവ് എന്ന് പറയുന്നത്. നമ്മള് രുദ്രാക്ഷൊക്കെ അണിയുന്ന സമയത്ത് അത് നമ്മുടെ ആത്മാവിലേക്ക് എത്തണം. അതാണ് ശിവലിംഗത്തിന്റെ രൂപത്തിൽ നമ്മൾ കാണേണ്ടത്. അത് വായുലിംഗമായിട്ടും ഭൗതികമായിട്ടുള്ള പ്രാണന്റെ സ്വരൂപമായിട്ടും നിർവൃതിയുടെ ഭാഗമായിട്ടും സ്വാതന്ത്ര്യത്തിന്റെയും ചിന്തകളുടെയും ഒക്കെ രൂപമായിട്ടും ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ പ്രതിഷ്ഠകൾ നടത്തുന്ന സമയത്ത് ഓരോ തരത്തിലും അതിനെ ആകാശത്തിന്റെ രൂപത്തിൽ ചിദംബരമായിട്ട് കാണാറുണ്ട്. അത് ആകാശലിംഗം എന്നുള്ള പേരിലൊക്കെയാണ് അറിയപ്പെടുക. വ്യത്യസ്തമായ പേരിൽ, വ്യത്യസ്തമായ അവസ്ഥയിൽ ദൈവത്തിന്റെ, ഭഗവാന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഭഗവാന്റെ ഓരോ തരത്തിലുള്ള ശക്തി, ആകാരം, സ്വരൂപം വ്യത്യസ്തമായിട്ടുള്ള തരങ്ങളിലൊക്കെ വിഭജിച്ച് ഇത്രയും വിവിധ തരങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു ഭഗവാൻ, അത് നമ്മുടെ ഓരോ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓരോ പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, സംഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ അത് ഭൂമിതത്വമായാലും ജലതത്വമായാലും അഗ്നിയായാലും വായുവായാലും നമ്മുടെ ഏത് തരത്തിലാണോ പഞ്ചഭൂതങ്ങളെ നമ്മൾ കാണുന്നത്, ആ ഓരോ ആലോചനയിലും വ്യത്യസ്തമായ തരത്തിൽ ശിവന്റെ രൂപങ്ങളെ നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശിവതത്വത്തിന്റെ ഏറ്റവും വലിയ ആന്തരികമായിട്ടുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിന്റെ ബ്രഹ്മ
തത്വത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ചിന്തകളിൽ നമ്മൾ വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ 3 അവതാരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ 3 ദേവസ്വരൂപങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ രൂപങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുന്ന നോട്ടങ്ങൾ, അതിനൊക്കെ അനുസരിച്ചിട്ട് ശിവന്റെ വ്യത്യസ്തമായിട്ടുള്ള നീലകണ്ഠൻ എന്ന് പറയുമ്പോൾ കണ്ഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഹാകാല ശിവൻ, ത്രിപുരാന്തകൻ, അർദ്ധനാരീശ്വരൻ, എത്ര പേരുകൾ, ചന്ദ്രശേഖരൻ, പശുപതി ഭഗവാൻ, ഭൈരവൻ, വീരഭദ്രൻ, ഗംഗാധരൻ, ദക്ഷിണാമൂർത്തി, ഗുരുവും തത്വവും ഒക്കെ ആയിട്ടുള്ള എല്ലാ പഠനങ്ങളുടെയും ഭഗവാനായിട്ട് പറയുമ്പോൾ ദക്ഷിണാമൂർത്തിയുടെ രൂപത്തിലാണ് പറയാം. സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മത് ആചാര്യ പര്യന്തം എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് തന്നെ സദാശിവനിലാണ്, ദക്ഷിണാമൂർത്തിയിലാണ്. സോംനാഥനായിട്ടും നടരാജനായിട്ടും ശിവന്റെ തന്നെ കുറെ മുഖങ്ങൾ, പഞ്ചമുഖങ്ങൾ ഓരോ സ്ഥലത്തും. ഞാൻ അടുത്ത കാലത്തൊക്കെ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോയിട്ടുണ്ട്. കാശിയിൽ പോയി, അത് കഴിഞ്ഞിട്ട് പോയിട്ടുള്ള ഓരോ ശിവന്റെ പ്രതിഷ്ഠകളുള്ള വലിയ വലിയ സ്ഥലങ്ങളിൽ, രാമേശ്വരത്തും, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ കാണുന്ന ഓരോ തരത്തിലുള്ള തത്വങ്ങളാണ്. അവിടെയൊക്കെ ബാക്കിയുള്ള എല്ലാ ഭഗവാന്മാരും, നമ്മളൊക്കെ ഇന്ന് അറിയുന്ന രാമനെയും ഈ കഥകളുടെയൊക്കെ പുരാണങ്ങളും പലതും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥകളിൽ, ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ കേൾക്കുക. എന്ന് വെച്ചാൽ ഏറ്റവും പ്രായം ചെന്നിട്ടുള്ള ഭഗവാൻ എല്ലാ ഭഗവാന്മാരെക്കാളും നമുക്ക് അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ശിവൻ തന്നെയാണെന്ന് പറയാം. അതുകൊണ്ട് ഭൂമിയുടെ മൂലതത്വത്തില്, ജലത്തിന്റെ മൂലതത്വത്തില് ഭൗമശിവൻ, ജലശിവൻ എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള 8 മഹാഭൂതങ്ങളെ, അഗ്നി, ജലം, വായു, ഭൂമി തുടങ്ങിയിട്ട് എല്ലാത്തിനെയും കൂടിയിട്ട് അഗ്നി, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, യജ്ഞം, എല്ലാത്തിനും തത്വങ്ങളിൽ ശിവന്റെ പ്രതിഷ്ഠ കൊടുക്കാൻ കാരണം അതിൻ്റെയൊക്കെ അധിപനായിട്ട് ബാക്കി എല്ലാ ഭഗവാന്മാരെക്കാളും മീതെ. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ഓരോ മുക്കിലും മൂലക്കും പോയാൽ നമ്മൾ ഭാരതത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തത്വചിന്തകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള, നമ്മുടെ എല്ലാ ദൈവികമായിട്ടുള്ള ആഘോഷങ്ങളിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ ശിവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കപ്പെട്ടിട്ടുള്ള കുംഭമേളയിൽ തുടങ്ങി രാശി മാറുന്ന സമയത്ത്, സൂര്യന്റെ രാശി മാറുന്ന സമയത്താണ് തുടങ്ങുന്നുണ്ടെങ്കിൽ അവസാനിക്കുന്നത് ശിവരാത്രിയിലാണ്. ചില വർഷങ്ങളിലൊക്കെ ഫെബ്രുവരി 26, 27 അല്ല, ആ രാത്രിയിലല്ല ശിവരാത്രി വരിക. ശിവരാത്രി വരുന്നത് ചിലപ്പോൾ മാർച്ചിലും ഒക്കെയാവും. അപ്പൊ 55 ദിവസമൊക്കെ നിന്നിട്ടുണ്ട് ചില കുംഭമേളകൾ. അതിന് ഇക്വലന്റ് ആയിട്ട് സൗത്ത് ഇന്ത്യയില് തെക്ക് ഭാഗത്തുള്ള പുഷ്കരമാണ്. ആന്ധ്രയിലൊക്കെ പുഷ്കരം എന്ന് പറഞ്ഞിട്ടുള്ളത് കുംഭമേളക്ക് ഇക്വലന്റ് ആണ്. അപ്പോ ഇന്ത്യയുടെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിൽ, വ്യത്യസ്തമായിട്ടുള്ള തരത്തില് തന്ത്രശാസ്ത്രപരമായിട്ടും ആചാരങ്ങളുടെ ബന്ധപ്പെട്ടിട്ടും നദികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും താന്ത്രികമായിട്ടും യോഗി ബന്ധമായിട്ടും ഒക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ ഉപാസനകൾ നടത്തുന്ന ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത കാലത്ത് കുറേ ഇത്തരം ചോദ്യങ്ങളും ഒക്കെ വെച്ചിട്ട് കുറേ ഡിസ്കഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ വഴി തെറ്റിപ്പോകുമ്പോൾ നേരെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന വൈക്കത്തപ്പന്റെ, അതുകൊണ്ടാണ് തിരുവൈക്കം വാഴും ശിവശംഭോ, വൈക്കത്തപ്പനെ കുറിച്ച് പൂന്താനം നമ്പൂതിരിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വൈക്കത്തപ്പനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശ്ലോകമാണ് നിർണായകനെ ജനിച്ചു ഭൂമിയിൽ എന്നുള്ളത്. ഇത്ര ലളിതവും സുന്ദരവുമായിട്ട് നമ്മുടെ മലയാളത്തിൽ ഏവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ പൂന്താനം നമ്പൂതിരി എഴുതിയിട്ടുള്ള
ശ്ലോകത്തിന്റെ ശിവായ എന്ന് പേരിൽ തന്നെ വരുന്ന ആദ്യ അക്ഷരങ്ങളൊക്കെ വരുന്ന തരത്തിലൊക്കെയാണ് നർണായി ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ കേൾക്കാനും പാടാനും ചൊല്ലാനും വായിക്കാനും അറിയുന്നവരാണ് നമ്മളൊക്കെ. അതിൻ്റെയൊക്കെ ഉള്ളിലെ അർത്ഥങ്ങൾ ഈ നരകം ആയിട്ടുള്ള സന്നിധിയിൽ നിന്ന്, ആന്തരികമായ സങ്കടങ്ങളിൽ നിന്ന്, സത്യം, സന്തോഷം, ഭൗതികമായ ലോകത്തിന്റെ മോഹവും അഹങ്കാരവും വിരോധവും കാമവും ക്രോധവും ലോഭവും വാസനകളും ഒക്കെ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ലോകം മാറിയിട്ടുള്ളത്. ഓരോ ദിവസവും ടെലിവിഷൻ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കുറെ കഥകൾ. ഇപ്പൊ ഇന്ന് ഏറ്റവും ഹോട്ടായിട്ട് കഴിഞ്ഞ ഈ ഒരാഴ്ച നമ്മൾ കേട്ടിട്ടുള്ള ന്യൂസിൽ ഒരു പയ്യൻ തന്നെ വീട്ടിലുള്ള 6 പേരെ കൊന്നൊടുക്കുക എന്നൊക്കെ പറയുന്ന കഥകൾ. ഇതൊക്കെ സംസാര സാഗരത്തിൽ ഉണ്ടാവുന്ന കുറേ അപായങ്ങളുടെ വിത്തുകൾ പാകിക്കിടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ മോക്ഷമാർഗമായിട്ട് ഉപനിഷത്തുകൾ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും സുലളിതമായിട്ട് ഈ നരകത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ വേണ്ടിയിട്ട് അനുഗ്രഹം നമ്മൾ കാക്ഷിച്ച് മോഹിച്ച് അജ്ഞതയിൽ നിന്ന് നമ്മുടെ ജ്ഞാനത്തിന്റെ അവസ്ഥയിലേക്ക് വേദാന്തികമായിട്ടുള്ള, വേദാന്തം തന്നെയാണ് ഇതൊക്കെ, ആ അവസ്ഥയിലേക്ക് ഭഗവത്ഗീതയിലെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നൊക്കെ ചൊല്ലുന്ന അതേ രൂപത്തിൽ മരണം മുമ്പിലെത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചു എന്ന് പറയുന്ന പോലെ അവസാന കാലത്ത് അന്ധകാലേജ മനസ്സി സ്മരേൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഭഗവത്ഗീതയില് അന്ധകാലേജ മനസ്സി സ്മരേൻ, അവസാന കാലത്ത് നീ എന്നെ, അവസാന കാലത്തും നീ എന്നെ വിചാരിച്ചാൽ എന്നാണ്. അത് പറയുന്നത് പോലെയാണ് മരണകാലത്ത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയമില്ലാതെ ഇരിക്കാം. അതിന് ചൊല്ലുന്നതാണ് മൃത്യുഞ്ജയ മന്ത്രമൊക്കെ. നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം വരുമ്പോഴും ഭഗവാൻ ശിവന്റെ കാര്യത്തിലാണ് നമ്മൾ എത്തിച്ചേരുക. ഇങ്ങനെ ശിവനും വിഷ്ണുവും ഒക്കെ അടങ്ങുന്ന വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കൂട്ടിപ്പടഞ്ഞ് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും വേദാന്ത ചിന്തകളിൽ ഇത്രയും കൃത്യമായിട്ട് വഴി കുറേ ഉണ്ടെങ്കിലും വഴിയിൽ നേർവഴി നമുക്ക് പറഞ്ഞു തരാൻ പറയുന്ന സമയത്ത് ആത്മജ്ഞാനത്തിന്റെ മാർഗം നമ്മളിൽ എത്തുമ്പോഴാണ് വേറെ വഴിയൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എളുപ്പമായിട്ടുള്ള ഒരു വഴി നമുക്ക് എത്താൻ സാധിക്കുക. അപ്പം ഭാരതീയ സങ്കല്പപ്രകാരം ഈ ആചാരങ്ങളും ചിന്തകളും ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് വെറുതെ കണ്ണും ചിമ്മിയിട്ട് കുറെ പ്രാവശ്യം ചൊല്ലി സമയം കളയാനല്ല. അതിന്റെ അർത്ഥം മനസ്സിലാക്കി, വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കി, ആ സ്മരണയിലൂടെ ശിവന്റെ തത്വത്തിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തത്വം എന്താണെന്ന് അറിയണം. തത്വം അറിഞ്ഞില്ലെങ്കിൽ വാക്കുകൾ മാത്രമേ അറിയുള്ളൂ. വാക്കിന്റെ ഇടയിലുള്ള അർത്ഥങ്ങൾ നമ്മൾ സങ്കല്പങ്ങളിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തില് വെറുതെ കാട്ടിക്കൂട്ടുന്ന കുറെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ആവരുത്. ഇത്തരം പ്രഭാഷണങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ജ്ഞാനമാണോ കർമ്മമാണോ അല്ല ഭക്തിയാണോ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും ഉത്തരം കർമ്മമാണ് പ്രാധാന്യം. അത് എന്തിന്, എവിടെ, ആർക്ക്, എപ്പോ എന്നുള്ള ചോദ്യം വരുമ്പോൾ ജ്ഞാനം കൂടുതൽ ഉണ്ടാവും. അത് വളരെ ഡിവോഷണൽ ആയിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴാണ് ഭക്തി അതിനകത്ത് ചേരുക. അപ്പൊ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഭൗതിക, മാനസിക, ആത്മീയ ചിന്തകളുടെ ഒരു സങ്കലനമായി മാറണമെങ്കിൽ അതിൻ്റെ തന്ത്രശാസ്ത്രപരമായ വൈദികപരമായ കാഴ്ചപ്പാടുകൾ കൃത്യമായിട്ട് നമ്മളിൽ എത്തിച്ചേർന്നു. അത് എത്തിച്ചേരുമ്പോൾ നമ്മൾ ഓരോ ചക്രത്തിൽ നിന്ന് വലിയ വലിയ നിലകളിലേക്ക് കയറി അത് നമ്മളെ സൃഷ്ടിയുടെ കർമ്മത്തിന്റെ ഓരോരാളുടെയും ജന്മത്തിന്റെ പ്രത്യേകിച്ച് മനുഷ്യന്റെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഈ ജന്മത്തിന്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും അതിൽ ഉണർവോടുകൂടി പെരുമാറാനും അറിവുണ്ടാക്കാനും പറ്റുന്ന തരത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കാനാണ് ഉണർന്നിരിക്കണം എന്ന വാക്കിൽ ഞാൻ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ഉറക്കൊഴിയാനല്ല, ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അറിയാൻ ആവശ്യമായിട്ടുള്ള, ആധ്യാത്മിക ചിന്തകൾക്ക് പ്രാധാന്യം കൽപ്പിക്കാനായിട്ടുള്ള
ശാസ്ത്രീയമായിട്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ല ശക്തിയുള്ള ഒരു സമയമായിട്ട് ഈ ശിവരാത്രിയെ കാണണം. അതുണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് 24 മിനിറ്റായി സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഇത്രയാണ് ഒരു ആമുഖമായിട്ട് എനിക്ക് പറഞ്ഞു തീർക്കാനുള്ളത്. ഇതിന് അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ ബ്രദർ രാമചന്ദ്രനും ഫാമിലിക്കും, സുരേഷിനും, ബാലഗോകുലം, എല്ലാ ഭഗിനി അമ്മമാർക്കും, എനിക്ക് സ്വാഗതം പറഞ്ഞ തങ്കമണിക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പലപ്പോഴായിട്ട് ഡൽഹിയിൽ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് ബാലഗോകുലത്തിന്റെ സമ്മേളനത്തിനും ഒക്കെ ആയിട്ടാണ്. സന്തോഷമുണ്ട്. അപ്പോ സാരില്ല, പറഞ്ഞു എന്ന് മാത്രം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ശിവരാത്രിയെ കുറിച്ച്? മുക്ത വാര്യർ കൈപൊക്കിയിട്ടുണ്ട്. മുക്ത അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കും. മുക്ത മുഖം കാണിക്കുകയാണെങ്കിൽ സന്തോഷം, കാണിക്കാൻ പറ്റുന്ന മുഖമൊക്കെ ആണെങ്കിൽ. ഇപ്പൊ എവിടെയാ നിൽക്കുന്നറിയോ? പ്രയാഗ്രാജിലാണ്. കുംഭമേള, മഹാകുംഭമേള സ്നാനം ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായി ശിവരാത്രിയുടെ അന്ന് തന്നെ. ഓ, സന്തോഷം. ഞാൻ ഇപ്രാവശ്യം പോയിട്ടില്ല. ഞാൻ 2010 കമന്റേറ്ററായി. ഡിസ്കവറി ചാനലില് ഡോക്ടർ TPS ആണ് അന്ന് കുംഭമേളയെ കുറിച്ച് പറഞ്ഞത്. ഞാൻ അതാണ് പറഞ്ഞത്, കുംഭമേള ആൾക്കാരുടെ എണ്ണം കൊണ്ട്, ഞാൻ ഇന്നലെ അങ്ങാണ്ടൊരു വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ. നമ്മളൊക്കെ ഭക്തി എന്ന് പറയുന്നത് കുറേ ആളുകളുടെ അടുത്ത് പോകണം എന്നുള്ളത് ഭക്തിയായിട്ട് കണക്കാക്കിയിട്ടില്ല. സ്വാമിയും എല്ലാ ഋഷിമാരും ഒക്കെ ഗുഹകളുടെ ഉള്ളിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് പ്രാർത്ഥിക്കാറ്. അപ്പൊ ഇത് നല്ലതാണ്, പക്ഷെ വളരെ സ്പ്രെഡായിട്ട് എല്ലായിടത്തും നടക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പണ്ട് ശിവന്റെ കഥയിൽ പറയാറുണ്ട്, നല്ലോണം ക്ഷീണിച്ചിട്ടുള്ള ഒരു വാണ്ടറിങ് പേഴ്സൺ നടന്ന് ക്ഷീണിച്ചിട്ട് ഒരു കല്ലിന്റെ മുകളിൽ കാല് വെച്ച് കിടന്നുറങ്ങിയ ഒരു കഥയുണ്ട്. അപ്പോ ആ കല്ല് രാവിലെ പൂജാരി വന്ന് നോക്കിയ സമയത്ത് ശിവലിംഗത്തിന്റെ മുകളിലാണ് കാല് വെച്ചത്. കാരണം കാലിന് ക്ഷീണമായി, നടന്ന് ക്ഷീണായതുകൊണ്ട് ഉയർന്നിരിക്കുന്ന ഒരു കല്ലിന്റെ മുകളിൽ രാത്രി വന്നപ്പോൾ കാല് വെച്ച് കിടന്നതാണ്. രാവിലെ പൂജാരി വന്ന് നോക്കുന്ന സമയത്ത് ശിവലിംഗത്തിന്റെ മുകളിൽ കാല് വെച്ചിട്ട് മഹാൻ കിടന്നുറങ്ങാം. അപ്പൊ അയാളൊരു ശിവലിംഗത്തിന്റെ മുകളിലാണോ കാല് വെക്കുക, കാല് താഴെ വെക്കാൻ പറഞ്ഞു. അപ്പൊ ഈ തേജസ് ഉള്ളൊരു വലിയൊരു പരിവ്രാജകനായിട്ടുള്ള സ്വാമിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ ഇല്ലാത്തൊരു തന്റെ കാലുകൊണ്ടൊക്കെ പറഞ്ഞു. നമ്മുടെ ഭാരതീയ സങ്കല്പപ്രകാരം ഭഗവാൻ ഇല്ലാത്തൊരിടം ഇല്ലാന്നോ. രൂപം രൂപവിവർജിതസ്യ ഭവതോധ്യായേന യത്സൽ കൽപ്പിതം സ്തുത്യാ നിർവചനീയതാകില ഗുരു ദുരീകൃതായന്മയ വ്യാപ്തിത്വം ച മയാകൃത. എല്ലായിടത്തും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അത് ഒരിടത്ത് മാത്രമാണെന്ന് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ദോഷത്രയം മത്കൃതം എന്നാണ്. അപ്പൊ എല്ലായിടത്തും നമ്മൾ സാധാരണ ഗംഗേ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധിം ഗുരു എന്ന് ചൊല്ലിയിട്ട് ഓരോ തുള്ളി വെള്ളവും നമ്മുടെ തലയിൽ ഒഴിക്കുമ്പോൾ എല്ലാ ജലവും ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ജലം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അധികം മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്ന് വിചാരിച്ചാലും ജനങ്ങള് പലപ്പോഴും ഭക്തിയാണോ അവിടെ നമ്മൾ എത്തിക്കുന്നത് അല്ല ആൾക്കൂട്ടാണോ എന്ന് ചോദിച്ചാൽ വലിയൊരു സങ്കല്പത്തിന്റെ ഒരു ആദ്യമൊക്കെ ഒരു ക്ഷേമമൊക്കെ തോന്നും നമുക്ക്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ, ഞാനും കുംഭമേളയിലൊക്കെ പോയിട്ടുള്ള ആളാണ്, എന്താ പറഞ്ഞത്, വേണ്ടാന്നല്ല, പക്ഷെ അധികരിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അധികമായാൽ അമൃതം വിഷം നമ്മൾ പറയാറില്ല. അപ്പൊ കുംഭമേളയിൽ അമൃത് കിട്ടുന്നൊക്കെയാണ്, പക്ഷെ അധികമായാൽ ആ അമൃതം വിഷം തന്നെയാണ്. 144 വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന മഹാകുംഭമേളയാകുമ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രം, ഇപ്പം നമ്മളങ്ങനെ ക്ഷേത്രങ്ങളിലാണെങ്കിലും അങ്ങനെയാണല്ലോ. അല്ല, ഉത്സവങ്ങൾ വേണം, പക്ഷെ ക്ഷേത്രത്തിൽ കൂടുതൽ പ്രഭാവം ഉണ്ടെന്നാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു 144 കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടാകുന്ന മഹാകുംഭമേളയിൽ നിന്ന് പങ്കെടുത്തു. സന്തോഷമാണ്. ഞാൻ സന്തോഷം തന്നെയാ പറഞ്ഞത്. സന്തോഷം തന്നെയാണ്. സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സാറ് പറഞ്ഞല്ലോ
നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ പൂന്താനം തിരുമേനിയുടേതാണെന്നും ഉം. അതുപോലെ ഒരു ശിവപഞ്ചാക്ഷര സ്തോത്രം കൂടെ ഉണ്ട്, നരകാന്തക ജയ നരപാലക ജയ. അതെ, അത് ആരുടേതാണെന്ന് അറിയാമോ? അറിയില്ല. പലതും നമ്മൾ കേട്ടിട്ട് ശീലിച്ചിട്ടുണ്ട്. ഞാൻ കേട്ട് പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ചിട്ട്, അല്ലാണ്ട് പലരോടും ചോദിച്ചപ്പോഴും ഇത് അറിയില്ല എന്ന് പറഞ്ഞു. അവസാനമാണ് നമ്മള് വൈക്കത്തപ്പനെ കുറിച്ച് എഴുതിയതാണ്, പൂന്താനം എഴുതിയതാണെന്നൊക്കെ പിന്നെയാ കണ്ടുപിടിച്ചത് കുറെ കാലത്തിന് ശേഷം. വളരെ നല്ലൊരു അറിവായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. അതിനകത്ത് അത് ഈ തിരുവൈക്കം വാഴും എന്നുള്ളൊരു വാക്കുള്ളതുകൊണ്ട് വൈക്കത്തപ്പനെ കുറിച്ചാണ്. പിന്നെയാണ് അത് ആരാണ് എഴുതിയതൊക്കെ അറിഞ്ഞപ്പോഴാണ് അത് പൂന്താനത്തിന്റെ അന്ന് അറിഞ്ഞത്. അതൊരു നല്ല അറിവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഈ ഒരു പഞ്ചാക്ഷര നോക്കാം, മന്ത്രവും ഒന്ന് എന്റെ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ഒന്ന് റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് അറിയിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും എന്റെ നമ്പർ 9502203875 എന്നാണ്. 9502038875. മുക്ത വാരസ്യാരാണോ? അതെ അതെ, ഡൽഹി തന്നെയാണോ? ഡൽഹിയിലാണ്. നമ്മൾ അന്ന് കണ്ടിരുന്നു വിവേക യുവജാഗ്രതയുടെ അന്ന്. അല്ല, പണ്ട് വാരന്മാരുടെ സമ്മേളനത്തിലൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിൽ. ആദ്യകാലത്ത് 2008-2009 എന്റെ വൈഫ് ഒരു വാരസ്യാരാണ്. അപ്പം ആ അമ്പലത്തിന് ചുറ്റുമുള്ള വാരന്മാരുടെ ഒക്കെ ഗ്രൂപ്പുകളിലൊക്കെ അക്ഷരശ്ലോക മത്സരത്തിന് മയൂർ വിഹാർ ഫേസ് 3 അവിടെ തന്നെ താമസിച്ചിരുന്നേ. അമ്പലത്തിന്റെ തൊട്ട് പിന്നിലാ താമസിച്ചിരുന്നു, ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ. സന്തോഷം മുക്ത. പിന്നെ കന്യ സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആയിട്ടുള്ള അല്ലെങ്കിൽ ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ആർക്കൊന്നും ചോദിക്കാനില്ല? എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് സാറ് ശരിക്കും റെസ്പോണ്ട് ചെയ്യുള്ളൂ. സാറിന് ബന്ധപ്പെട്ട അതൊന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഹിന്ദുയിസം മലയാളത്തില് ശിവരാത്രിയെ കുറിച്ചും ശിവപാർവതി എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ എന്റെ ചാനലിലും അവിടെയൊക്കെ കാണാം ഇടയ്ക്കിടയ്ക്ക്. സാർ, ഞാനൊരു ശിവരാത്രിയുടെ നമ്മള് അതായത് വളരെ പുരാതനം കാലം തൊട്ടേ നമ്മുടെ ആഘോഷങ്ങളെല്ലാം നമ്മൾ ഭാരതം മുഴുവൻ ഒരുപോലെ ആഘോഷിക്കുന്നുണ്ട്. അന്ന് നമുക്ക് ഇങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മീഡിയകളോ അല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് ഈ ആഘോഷങ്ങളെല്ലാം ഒരേ ദിവസം ഒരേപോലെ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി, പ്രാദേശികമായ ചെറിയ വ്യത്യാസങ്ങളോട് എല്ലാവരും ആഘോഷിച്ചിരുന്നു. പിന്നെ എപ്പോഴാണ് ഈ പുതിയ ആൾക്കാർ പറയുന്നത് ഭാരതം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നിട്ടാണ്, അല്ല ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ഇതുണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നത്, അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? പണ്ട് തൊട്ടേ ഒരേ സംസ്കാരം, പല ഭാഷകൾ സംസാരിക്കുമ്പോഴും ഒരേ ആചാരാനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ ചില സ്ക്രിപ്റ്റേഴ്സിലൊക്കെ നോക്കിയാൽ ഉദയോയോ ലങ്കായാം, ലങ്കയിൽ ഉദിക്കുന്ന സമയത്ത് അസ്തമയെ സവിതുരേവ, അസ്തമയം നടക്കുന്നത് രോമകദേശേ രോമകദേശം എന്ന് പറഞ്ഞാൽ റോമാണ്. ആ റോം വരെയുള്ള കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നൊരു കാലമുണ്ട് നമുക്ക്. അപ്പൊ അന്ന് സൂര്യ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 തരത്തിലുള്ള സെപ്പറേറ്റ് കലണ്ടറുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിഥികളും നക്ഷത്രങ്ങളും കാലഗണനയും വ്യത്യസ്തമായുള്ള സ്കൂൾസിൽ കേരളത്തിലും, അതുപോലെ തന്നെ കേരളത്തിലുള്ള ഏറ്റവും പ്രാധാന്യമുള്ള മാത്തമാറ്റിക്സും ജ്യോതിഷവും അറിയുന്ന ആൾക്കാരുണ്ടായിരുന്ന പോലെ അവര് തന്നെ നളന്ദയിലും തക്ഷശിലയും, തക്ഷശില പാകിസ്ഥാനാണല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുടെ കാലൊക്കെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ള ജൈനിസവും ബുദ്ധിസവും ഒക്കെ വന്നപ്പോ പണ്ടുണ്ടായിരുന്ന ഭാരതീയമായിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ മറന്നുപോയി. പിന്നെ ശങ്കരാചാര്യർ വന്നപ്പോഴാണ്, ശങ്കരാചാര്യരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന അടുത്ത കാലത്ത് ഞാൻ എവിടെയോ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മള് ബദരീനാഥ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ബദരീനാഥ് ചൈന ബോർഡർ
30 കിലോമീറ്റർ താഴെ ഉള്ളൂ. അപ്പോ ഇന്നത്തെ ഇന്ത്യയുടെ ബോർഡറിന്റെ ഏറ്റവും അവസാനം ഉള്ള ബദ്രീനാഥ് വരെ അതിന് തൊട്ടടുത്തൊക്കെയാണ് ശങ്കരാചാര്യർ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രവും താമസിച്ചിട്ടുള്ള വീട്ടിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. ഡോക്ടർ TPS ബദ്രീനാഥ് അടിച്ചു നോക്കി അവിടെയൊക്കെ പോയിട്ടുള്ള കാണാം. അതേ സമയത്ത് അത് കഴിഞ്ഞിട്ട് നേരെ താഴത്ത് നമ്മുടെ രാമേശ്വരം, അതുപോലെ തന്നെ കിഴക്കും വടക്കും പടിഞ്ഞാറും തെക്കും ഓരോ ഭാഗത്തും സഞ്ചരിച്ചിട്ട് അവിടെയൊക്കെ ആ കാലത്ത് നമുക്കുണ്ടാവേണ്ട ഓരോ സമ്മേളനങ്ങളെ കുറിച്ചും ഇൻക്ലൂഡിങ് ചിലപ്പോൾ മറന്നുപോയിട്ടുള്ള കുംഭമേള രണ്ടാമതും പുനരുജ്ജീവിപ്പിച്ചത് ശങ്കരാചാര്യർക്കാന്ന് പറയണം. അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ ജൈന ബുദ്ധിസം വന്ന സമയത്ത് മാറിപ്പോയിട്ടുണ്ടാവണം. തിരിച്ചു കൊണ്ടുവന്നത് കേരളത്തിലേക്ക് പല ക്ഷേത്രങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അതുപോലെയാണ്. ഇപ്പം ആലപ്പുഴയിൽ അടുത്ത കാലത്ത് കണ്ടു, ഒരു പഴയ ബുദ്ധ വിഗ്രഹം എടുത്തിട്ട് അതിന്റെ മുകളില് ആ കറുത്ത കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ, അങ്ങനെ ഒരു ഗ്രാമം തന്നെ ഉണ്ട് അവിടെ. ആ ബുദ്ധന്റെ അവിടെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ബുദ്ധന്റെ ശിലയാണ്, പക്ഷെ ആചാരങ്ങളൊക്കെ ഹിന്ദുയിസത്തിന്റെ സ്റ്റൈലിലാണ്. അപ്പൊ ഒരു കാലത്ത് ബുദ്ധൻ ഉണ്ടായിരുന്നതിനെ മാറ്റി പിന്നെ ഹിന്ദുയിസം ആക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയുന്ന സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആചരിക്കുന്ന കുറേ ആചാരങ്ങളുണ്ട്. അതൊക്കെ ബ്രിട്ടീഷ് കലണ്ടറാണ്. അതിനു മുമ്പ് തിഥിയും നക്ഷത്രങ്ങളും മാത്രം വെച്ചിട്ട് നക്ഷത്രങ്ങളുടെ കാലഗണന കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ചെറിയ ചെറിയ കുറേ നമ്മുടെ ഈ ഗുരുക്കന്മാർക്കാണ് ഇതൊക്കെ കൃത്യമായിട്ട് ഗണിക്കാൻ സാധിച്ചത്. അത്തരം ഗുരുക്കന്മാരുടെ കുറേ സങ്കേതങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഇത്രയും കൂടുതൽ അക്കാഡമിക്സ് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുള്ള വേറെ ലോകത്തൊരു സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അവരൊക്കെ ഈ പണ്ഡിതന്മാരായിരുന്നു. അവർക്ക് കൃത്യമായിട്ട് കാലങ്ങൾ ഗണിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ കഴിവുണ്ടായിരുന്നു. അവരൊക്കെയാണ് ഇപ്പൊ ഈ കുംഭമേളയുടെ കഥ പറയുന്ന സമയത്ത് നമുക്കറിയാം എത്രയോ സന്യാസിമാര് അവരെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടോ വാട്സപ്പ് വെച്ചിട്ടോ ഒന്നും അല്ലാതെ തന്നെ ഇവരൊക്കെ പല ഭാഗത്തു നിന്നും അവിടത്തേക്ക് എത്തുന്നില്ലേ. അവരെങ്ങനെയാ ഈ സമയം കൃത്യമായിട്ട് അറിയുന്നത്? അവര് ഫ്ലൈറ്റ് പിടിച്ചിട്ടോ ഒന്നും അല്ല വരുന്നത്, നടന്നിട്ടൊക്കെ വരുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ കാലഗണന കൃത്യമായിട്ടുള്ള ദിവസങ്ങൾ ഇന്നെടുത്ത് ഇന്ന സ്ഥലത്ത് എത്തണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇപ്പൊ കാലഗണനയും ഗ്രഹങ്ങളെക്കുറിച്ചും മാത്തമാറ്റിക്സും അസ്ട്രോണമിയും കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ശങ്കരാചാര്യരൊക്കെ ആ കാലത്ത് ഭാരതത്തിന്റെ ബോർഡർ എന്ന് പറയുന്നത് സ്ഥാപിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ, ഭാരതത്തിന്റെ ബോർഡർ ഇന്ന് കാക്കുന്നത് മിലിറ്ററിക്കാരാണെങ്കിലും ആ ബോർഡർ നിശ്ചയിച്ച് നമുക്ക് തന്നിട്ടുള്ളത് ശങ്കരാചാര്യരാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ വെറും സ്പിരിച്വൽ അല്ലെങ്കിൽ വെറും വൈദിക പാരമ്പര്യങ്ങൾക്ക് മാത്രം മുതൽക്കൂട്ട് നൽകിയിട്ടുള്ള ഒരാളല്ല ശങ്കരാചാര്യർ. അത് ഏത് തരത്തില് ശങ്കരാചാര്യരുടെ കാലങ്ങളിലൊക്കെ ജ്യോതിഷം നോക്കേണ്ട ആൾക്കാർ സെപ്പറേറ്റ്, തന്ത്രം നോക്കേണ്ട ആൾ സെപ്പറേറ്റ്, വാസ്തു നോക്കേണ്ട ആൾ സെപ്പറേറ്റ്, വൈദ്യം നോക്കേണ്ട ആൾ സെപ്പറേറ്റ്, അങ്ങനെ തരംതിരിച്ച ആൾക്കാരെ വ്യത്യസ്തമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ സ്കൂൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ശങ്കരാചാര്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ നശിച്ചു പോയിട്ടൊന്നുമില്ല. പല സ്ഥലങ്ങളിലും പേരുകൾ മാറ്റിയിട്ടുണ്ട്, ചെറിയ ചെറിയ അഡ്മിനിസ്ട്രേഷൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഓരോ ഹിന്ദു ഗ്രഹങ്ങളിലും ഇതുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. അത് നമ്മളിപ്പം ദേവഘർ എന്ന് പറയുന്ന ജാർഖണ്ഡിലെ ദേവഘർ, ദിയോഘർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഓരോ സ്ട്രീറ്റിൽ പോയാലും അവിടുന്ന് അങ്ങനെ തന്നെ നമ്മളെ പറിച്ചെടുത്തിട്ട് കാശിയുടെ ഒരു സ്ട്രീറ്റിൽ കൊണ്ടിട്ടാലും ഇത് രണ്ടും ഒന്നാണെന്ന് തോന്നുന്നു. രണ്ടിലും കാലാവസ്ഥ വ്യത്യാസമാണ്, സ്ഥലം വ്യത്യാസമാണ്, എല്ലാം വ്യത്യാസമാണ്. പക്ഷെ ആ ക്ഷേത്രത്തിന്റെ അടുത്തെത്തുമ്പോഴത്തേക്കുള്ള കൺസ്ട്രക്ഷൻ പോലും ഒരേപോലെയാണ്. ഇപ്പൊ ഇവരൊക്കെ പഠിച്ചിട്ടുള്ള ഒരേ സ്കൂളിലാണ് ആഗമശാസ്ത്രം. ആ ആഗമശാസ്ത്രം തന്നെയാണ് ഞാനും പഠിച്ചിട്ടുള്ളത് കേരളത്തിൽ. ചൊല്ലുന്നതിൽ കുറച്ച് വ്യത്യാസം കേരളത്തിൽ ഉണ്ടാവുന്നേ ഉള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ്. ഓരോ ക്ഷേത്രത്തിന്റെയും സങ്കല്പങ്ങളും കഥകളും എങ്ങനെ ഉണ്ടാക്കണം, എന്ത് തരത്തിലാണ് വൈദിക കർമ്മങ്ങൾ ചെയ്യേണ്ടത്, എന്ത് തരത്തിലാണ് തന്ത്രങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചു കൊടുത്തിരിക്കല്ലേ. ഓരോ സ്ഥലത്തും ഭഗവതിയുടെയൊക്കെ ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വീണിരിക്കുന്ന എത്രയോ ക്ഷേത്രങ്ങളുടെ സങ്കല്പങ്ങൾ അങ്ങനെയാണ്. ഇതൊക്കെ എന്തൊക്കെ ഓരോ സ്ഥലത്തും കഥകൾ വ്യത്യസ്തമായിട്ട് നമ്മൾ കേൾക്കും.
പക്ഷെ അവസാനം എത്തി നോക്കുമ്പോൾ ഈ കഥകളൊക്കെ അന്യോന്യം ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് അറിയുകയും ചെയ്യും. അങ്ങനെ ഇത്രയും കൂടുതൽ കഥകളും ഇത്രയും കൂടുതൽ പുരാണങ്ങളും ഇത്രയും കൂടുതൽ സങ്കല്പങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ആ വലിയ അറിവിന്റെ അടുത്തൊക്കെ നോക്കുമ്പോൾ ഈ കാലഗണനയൊക്കെ വളരെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം വിഷു ആഘോഷിക്കുന്നതും ഉഗാദി ആഘോഷിക്കുന്നതും തമിഴ്നാടും കേരളയും കടന്ന് കർണാടകയും ആന്ധ്രയും എത്തുമ്പോഴത്തേക്ക് തന്നെ 10-20 ദിവസങ്ങളുടെ വ്യത്യാസമൊക്കെ നമ്മൾ ചിലപ്പോൾ കാണും. അത് ഈ 2 കലണ്ടർ തമ്മിലുള്ള വ്യത്യാസമാണ്. ആ കലണ്ടർ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങളുടെ ഡൽഹിയിലുള്ള വലിയ മോണ്യുമെന്റ് തന്നെ അതിന്റെ വലിയൊരു ദൃക്സാക്ഷിയായിട്ട് കിടക്കുന്നില്ല. അങ്ങനെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു, ഡൽഹിയിൽ മാത്രമല്ല. കാലഗണന, സമയമൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റും. നേരെ നോക്കിയിട്ടും മാസങ്ങളും കലണ്ടറും സമയമൊക്കെ നോക്കിയിട്ടും കാലാവസ്ഥ കൃത്യമായിട്ട് മഴ പെയ്യോ ഇല്ലയോ എന്നൊക്കെ എത്ര രസകരമായിട്ട് പറയുമായിരുന്നു. ഈ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. നമ്മുടെ ശാസ്ത്രം നല്ലോണം വികസിച്ചിരുന്നൊരു കാലമായിരുന്നു. നല്ല ചോദ്യം. ഗുഡ് ഇനഫ്. ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിർത്താം. ചോദിക്കുന്നില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനിയും എത്ര കേട്ടാലും മതിയാവില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും കുറെയൊക്കെ സാറിന്റെ ചാനൽ ഞാനും കാണുന്നുണ്ട് തന്നെ, കുറച്ചൊക്കെ കാണുന്നുണ്ട്. സാറ് ഈ നിർണായകന് ജനിച്ചപ്പോൾ എന്ന് പറഞ്ഞ ആ സംഭവത്തിന്റെ ഞാൻ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് മൊത്തം പറഞ്ഞ ആ നമശിവായയിൽ അത് പഞ്ചഭൂതങ്ങൾ, മനുഷ്യ ശരീരത്തിന്റെ പഞ്ചഭൂതങ്ങളാണെന്നൊക്കെ പറഞ്ഞ അത് ഞാൻ കണ്ടിരുന്നു. എനിക്കത് ഭയങ്കരമായ ഒരു പുതിയ വളരെ ഇതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. അത് നന്ദി. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച് ഇനിയും നമ്മൾ എന്തെങ്കിലും വീണ്ടും വിളിക്കും. എപ്പോഴും സാറിന്റെ അനുഗ്രഹവും മാർഗദർശനം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. സന്തോഷം വിദ്യ. താങ്ക് യു. നമസ്തേ സുരേഷ്. നമുക്ക് ഇനി നമ്മുടെ കീർത്തനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സത്സംഗയുടെ നന്ദിത ബിജു വന്നിട്ടുണ്ടോ? ജോയിൻ ചെയ്തിട്ടുണ്ടോ നന്ദിത ബിജു? സത്സംഗ വിജയാജി വന്നിട്ടുണ്ട്. നന്ദിത. നമസ്തേ നന്ദിത. ഒരു അഭ്യാസം കണ്ടിന്യൂ ചെയ്തോളാം.